വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ഇഷാനയും ദിയയും ഹംസികയും എല്ലാം സോഷ്യൽ മീഡിയക്കേറെ പ്രിയപ്പെട്ടവരാണ്. മലയാള സിനിമയിൽ തന്നെ അപൂർവമായൊരു താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. ഭാര്യ സിന്ധു, മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹംസിക എല്ലാവരും തന്നെ അവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കാറുണ്ട്. കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാനയും ഇഷാനിയും ഇതിനോടകം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. മൂത്തമകൾ അഹാന കൃഷ്ണ രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. ഇതിനോടകം 7ഓളം സിനിമകളിൽ അഹാന അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു അഹാനയുടെ സഹോദരിയും കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ രണ്ടാമത്തെ മകളുമായ ദിയയുടെ വിവാഹം നടന്നത്. കുടുംബം വലിയ ആഘോഷമാക്കിയാണ് വിവാഹം കൊണ്ടാടിയത്. ഇതിനിടെ മൂത്ത മകളായ അഹാന എന്തുകൊണ്ടാണ് ദിയയ്ക്ക് മുൻപേ വിവാഹം കഴിക്കാത്തതെന്ന ചോദ്യം ഉയർന്നെങ്കിലും ഇതെല്ലാം വ്യക്തിപരമായ ചോയ്സാണ് എന്ന് പറഞ്ഞ് കുടുംബവും അഹാനയും തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തന്റെ വിവാഹക്കാര്യത്തെക്കുറിച്ച് അഹാനയും മനസ്സ് തുറന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായുള്ള ഇന്ററാക്ഷനിലാണ് അഹാന ഇക്കാര്യം പങ്കുവച്ചത്. ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നായിരുന്നു അഹാന ആദ്യം മറുപടി പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല, 2 വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണുമെന്നായിരുന്നു അഹാനയുടെ മറുപടി. ഇതിനോടകം ആരാധകരുടെ മറ്റു ചില ചോദ്യങ്ങൾക്കും അഹാന കൃഷ്ണ മറുപടി പറഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പുതിയ വീട് വെച്ച് താമസം മാറുകയാണോ എന്നതായിരുന്നു. 2024 തന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോ അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോയുടെ അവസാനത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു വീടിന്റെ ചോദ്യം. പുതിയ വീട്ടിലേക്ക് മാറുകയാണോ, വീട് പണി തുടങ്ങിയോ എന്നൊക്കെയായിരുന്നു ചോദ്യം. ഇതിന് പുതുവർഷത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നില്ലെന്നാണ് അഹാന മറുപടി പറയുന്നത്. ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ എന്നും കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വിശദമായി പറയാമെന്നുമാണ് അഹാന പറയുന്നത്. ചിത്രത്തിലുള്ളത് വീടാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും താരം കൂട്ടിച്ചേർത്തു. അടുത്ത യാത്രകൾ എങ്ങോട്ടൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ മൂന്നാറും കാശ്മീരും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നെന്നാണ് അഹാന പറഞ്ഞത്. യാത്രകളിൽ പോകുന്ന സ്ഥലത്തെക്കുറിച്ചെല്ലാം നേരത്തെ പ്ലാൻ ചെയ്യുന്ന സ്വഭാവമുണ്ട്. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പെർഫെക്റ്റായി നടപ്പാക്കുന്ന വീട്ടിലെ പെർഫെക്ഷനിസ്റ്റാണ് അഹാന എന്ന് എല്ലാവരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ചെറിയ കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പ്ലാനിന്റെ പുറത്തുള്ള ഒരു കാര്യവും ചെയ്യാത്ത ആളൊന്നുമല്ല. ടക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യാനും എനിക്കിഷ്ടമാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ബേസിക് പ്ലാൻ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അയ്യോ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ സമയം കളയാൻ എനിക്കിഷ്ടമല്ല. ട്രാവൽ ഏജന്റിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ സ്ഥലത്തെ പ്രത്യേകതകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കും. അതിന്റെ എല്ലാം വീഡിയോ യൂട്യൂബിൽ കാണും. അത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ വൈബിന് പെട്ടതെന്ന്. അതിൽ നിന്നും വേണ്ട സാധനങ്ങൾ എടുക്കും. ട്രാവൽ ഏജന്റ് ഇല്ലെങ്കിൽ ഞാൻ നെറ്റിൽ നോക്കി എല്ലാം പഠിച്ച് പ്ലാൻ ചെയ്യും. 2 ആഴ്ചയൊക്കെ എടുത്താണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നും അഹാന പറയുന്നു.